അളിയോ നഗലൻകുട്ടി ആ പറഞ്ഞത് പരിചിതം അങ്ങോട്ട് ഉപേക്ഷിക്കണ്ട. ശ്രീദേവിക്ക് ഇപ്പൊ എന്തോ കുഴപ്പമുണ്ട്. ഇവിടെ എന്നെ പോലെ ആത്മാർത്ഥതയുള്ള ഒരു കലാകാരന് മാനം മര്യാദക്ക് ജീവിക്കാൻ ഒക്കത്തില്ലെന്ന് ഇന്നെനിക്ക് മനസ്സിലായി. മാനം മര്യാദ കല ഇതൊക്കെ എനക്കെന്താണോ ബന്ധോ? ഈടെയായിട്ടെ ചിലവന്മാർ കോറ് എല്ല് കൂടിയിട്ടുണ്ട്. നീ കാര്യം വെച്ച പറ. അവൾക്ക് നേരെ പിന്നെ സൈബർ ആക്രമണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഇതാ അവൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഞങ്ങൾക്കെല്ലാം നേരെ ആയിരിക്കുന്നു സൈബർ ആക്രമണം. എന്താ കാര്യം? നിന്റെ കയ്യിലിരിപ്പ് അതായിരുന്നല്ലോ. ആൾക്കാരെ വെറുപ്പിക്കുമ്പോ ആലോചിക്കണമായിരുന്നു. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അത് പറ്റില്ല. ഇന്ന് എനിക്കെതിരെ വളരെ മോശമായിട്ട് ഏതോ ഒരുത്തൻ ഫേസ്ബുക്കിൽ വളരെ മോശമായിട്ട് എന്റെ കുടുംബ പശ്ചാത്തലം അത് ഇതൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായ ഒരു കമന്റ് ഇട്ടിരിക്കുന്നു. ആദ്യം ഒരു അല്പ അസൗകര്യം കാണും, പിന്നെ അത് ശീലമായിക്കോളും. ഇതൊന്ന് കാണാൻ പറ്റിയില്ല പഠിച്ചോനെ. അതിലെങ്ങനെ എന്തെങ്കിലും എന്റെ ഒന്ന് വിവരം തരുമോ? ഒരു ഒറ്റ ചവിട്ടിയാണ്. സീരിയസ് ആയിട്ട് വല്ലതും പറയുമ്പോ മറ്റൊന്ന് നടൻ ബൈജു. ഫ്ലാഷ് ബാക്ക്. എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. ഇവിടെ ആർക്കാ ഇത്ര വലിയ കുത്തിക്കഴപ്പ് നിനക്ക്? അവനവന്റെ കാര്യം നോക്കി നടന്നാ പോരെ. ആലോചിക്കും തോറും നാണിച്ച് തൊലി പൊളിയുന്നു. സാരമില്ല, ഉരിഞ്ഞു പോയ തൊലി വീണ്ടും വരും. ഈ ബൈജുവിനൊക്കെ ഒരു പെൺകുട്ടി ഇല്ലേ? അദ്ദേഹത്തിന് മകളില്ലേ, ഭാര്യയില്ലേ, അമ്മയില്ലേ? നിങ്ങളിപ്പോ എന്നെ കാണുന്നുണ്ടോ? ഇത് സത്യാണ്, അത് സത്യം. അല്ല, നീ ഇപ്പൊ എന്തിനാ ഇതൊക്കെ അറിയുന്നത്? ചുമ്മാ അറിഞ്ഞിരിക്കാന്ന്. നീ ഇപ്പൊ അങ്ങനെ അറിയണ്ട. എന്റെ അടുത്ത് സിനിമാ ലോകത്തുള്ള പ്രശസ്തരായ ആളുകൾ തന്നെ എന്നോട് വിളിച്ചു പറയുന്നു, എന്ത് ഈ ബൈജു ഒക്കെ ഇങ്ങനെ സംസാരിക്കുന്ന എന്തുകൊണ്ടാണ് എന്ന്. ശരി, മര്യാദക്കവിടെ മനസമാധാനമായിട്ട് വെള്ളടിച്ചോണ്ടിരുന്ന ഞങ്ങളിവിടെ വിളിച്ചു വരുത്തിയിട്ട് എന്റെ നാറിയ വായ തുറപ്പിച്ചത് നീ തന്നെയാ. ഇനി നിന്നെ കുറച്ച് നാറ്റിച്ചിട്ടേ ഞാനത് അടയ്ക്കുന്നുള്ളൂ. ഇയാളൊക്കെ സത്യത്തിൽ എന്താണ് ഇയാളുടെയൊക്കെ ഉദ്ദേശം? എന്തിനു വേണ്ടിയാണ്? അവസരങ്ങൾക്ക് വേണ്ടിയാണോ? അത് ഞാനൊരു ഇരട്ട വരയിട്ട ബുക്കിൽ എഴുതരാം, സൗകര്യം പോലെ ഇരുന്ന് വായിച്ചു. എന്തൊക്കെ അറിയണവന്? സ്വന്തം അവസരങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണോ പൊതുരംഗത്ത് വന്ന് വായിൽ തോന്നിയത് വിളിച്ചു പറയുന്നത്? എങ്ങനെ? സ്വന്തം അവസരങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണോ വായിൽ തോന്നിയത് വിളിച്ചു പറയുന്നത്? ശശിയെ എന്നാണ് ഈ പറയുന്നത്? അതല്ല, അത് പറ, ഇത് വേറെ. ഇതുകൊണ്ട് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? ഞങ്ങളെയൊക്കെ അങ്ങ് തളർത്തിക്കളയാം, ഞങ്ങളെ അങ്ങ് അടച്ചു പൂട്ടി വീട്ടിലിരുത്തി കളയാമെന്നോ? അങ്ങനെയൊന്നും ഞങ്ങളാരും മിണ്ടാതിരിക്കുമെന്ന് കരുതണ്ട. പിന്നെ ചുരുട്ടി കിടക്കണേ. നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമത്തിന് കൊള്ളുകയല്ലേ? എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇത് സത്യത്തിൽ ഒരുതരം മഹാഭാരത യുദ്ധം മാതിരിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വെറുതെ ചിരിപ്പിക്കരുത്. കണ്ട അണ്ടന്റെ അടവോടന്റെ ഒക്കെ ബലത്തിൽ നീ എന്നെ കയറി കൊത്താമെന്നാലുണ്ടല്ലോ. സോറി സാർ. താനൊന്ന് ഇങ്ങോട്ടിട്ടു, ഞാൻ തിരിച്ചൊന്ന് അങ്ങോട്ട് വിട്ടു. തീർന്നു. അല്ല, എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. ഇവിടെ സോഷ്യൽ മീഡിയ വന്നപ്പോൾ നമ്മൾ വിധി പറയാൻ ആരും അല്ല. അതാദ്യം മനസ്സിലാക്കുക. കോടതിയെ സംബന്ധിച്ചിടത്തോളം തെളിവുകൾ അത് മസ്റ്റാണ്. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? ആദ്യം തന്റെ ഈ പരന്നു കിടക്കണ ബുദ്ധിയൊക്കെ ഒന്ന് തലയിലേക്ക് കയറട്ടെ. ഇങ്ങോട്ട് കുജാര ഇങ്ങോട്ട് കുജാര. അല്ലല്ലോ, വിധിന്യായത്തെ നമുക്ക് വിമർശിക്കാം, വിധിന്യായത്തിലെ ന്യൂനതകൾ ചൂണ്ടിക്കാണിക്കാം. അങ്ങനെ ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് ഭാഗ്യലക്ഷ്മിയെ പോലെയുള്ളവർക്ക് അവഹേളനം നേരിടേണ്ടി വരുന്നത്. അത് കയ്യിലിരിപ്പിന്റെയാ. അതെ, കയ്യിലിരിപ്പിന്റെ. ഷാജി കാര്യം പറയുന്ന കണകുണ വർത്താനം പറയുന്നോട്ടോ. ഇപ്പൊ ഞാൻ പറയണേനാണ് ഈ കള്ളപ്പോർക്കിന് കുഴപ്പം. അവഹേളനം ഭാഗ്യലക്ഷ്മിക്ക് വരുന്നതിൽ എല്ലാവർക്കും അത് സോഷ്യൽ മീഡിയയിൽ വരും. നമ്മളത് ഈ ചെവി കൂടെ കേട്ടിട്ട് ഈ ചെവി കൂടെ കളയുക. നീ പറഞ്ഞില്ല എവിടെയാണ് നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകളെ കുറിച്ച് ഇതുപോലെ വായിൽ തോന്നിയ കഥകൾ ഓരോരുത്തരും മെനഞ്ഞുണ്ടാക്കിയാൽ വീണ്ടും മിണ്ടാതിരിക്കുവോ? അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനമില്ലാതായോ? തമാശ കളിക്കരുത്. ഐ ഡോണ്ട് ഹാവ് മച്ച് ടൈം. അങ്ങനെ മിണ്ടാതിരിക്കുക. ഇതിനൊന്നും അങ്ങനെ പുരുഷന്മാരെ ചീത്ത വിളിക്കാമോ? നിങ്ങൾ ലോഡ്ജിൽ കയറി ഒരു പുരുഷനെ പച്ചയ്ക്ക് ചീത്ത വിളിച്ചില്ലേ? അതോ ആര്? ഞാനോ? അതെ, താൻ തന്നെ. ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ കല്ല് വെച്ചോണ്ടാ പറയുന്നത്. ദിവസം ഒരു കാര്യമില്ല, ഒന്നും കിട്ടു വന്നാട്ടെ. എന്താ? ഞാൻ ചീത്തയൊന്നും വിളിച്ചിട്ടില്ല. അത് മ്യൂട്ടായി. അത് പലരും കൂടെ വന്നവര് വിളിച്ചു കാണുമല്ലോ. തെളിവുണ്ടെങ്കിൽ കാണിക്കടാ, വെറുതെ കണകണ പറയാതെ. നിനക്കെന്ത് യോഗ്യതയുണ്ട് ഇവിടെ ഉള്ള സ്ത്രീകളെ മുഴുവൻ തെറി പറയാൻ? മനസ്സിലായോ? ഞാൻ ഈ ഡബ്ല്യുഎച്ച്ഒ സംരക്ഷിക്കുന്നതാണ്. എന്റെ കൈ വിടടാ. എന്തൊരു പൊളിച്ചതറിയാടോ.
വരണം മിസ്റ്റർ കൃഷ്ണനുണ്ണി ഇപ്പൊ വിശ്വാസായില്ലേ? അത്രയ്ക്കായോ? ലിനോ, സിനിമ തരും എന്ന പ്രതീക്ഷയാണെങ്കിൽ അയ്യോ. നിങ്ങൾക്ക് ഇപ്പൊ സിനിമ തരും കേട്ടോ. നീ നോക്കിക്കോളാ, ഇനി ഒരു നിമിഷം ഞാനിവിടെ നിൽക്കത്തില്ല. അയ്യോ അങ്ങനെ അതിനെ വിനോദിനെ ഒന്നുകൂടെ ജനിക്കണം. ഞാൻ അത്രക്കാരനല്ല. ഭാഗ്യലക്ഷ്മിക്ക് അറിയാലോ. ഞാൻ പിന്നെ വരാട്ടോ, വേറെ പറയാണ്ട് കേട്ടോ. ഇനി അവിടെ നിന്ന് വേറെ യുദ്ധം നടക്കും. ഇറ്റാലോ ഓരോന്നിനെ പീഡിയയിൽ നിർത്തരുത് കേട്ടോ. അപ്പൊ അതിനൊരു തീരുമാനമായി കർത്താവേ.